10 പൈസ പോലും മുടക്കാണ്ട് ഒരു ന്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് നമ്മൾ പ്രോ ലെവലുള്ള ഒരു അക്കൗണ്ടാക്കി മാറ്റാൻ പോവുകയാണ്. ഒരു പ്രോ ലെവലായിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എപ്പിക്കും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ മുടക്കാണ്ട് എങ്ങനെ നമ്മൾ അക്കൗണ്ടിൽ ഈ ഒരു എപ്പിക്കും കാര്യങ്ങളൊക്കെ ആഡാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യക്തമായ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഈ ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലെയേഴ്സിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതായത് എപ്പിക്കിൻ്റെ പാക്ക് ഉണ്ട്, ഷോർട്ട് ടൈമിൻ്റെ പാക്ക് ഉണ്ട്, പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക്, അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. പ്ലെയർ ഓഫ് ദി വീക്കും അതുപോലെ തന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്ട്സും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു പൈസ പോലും മുടക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എപ്പിക്കിൻ്റെയും ഷോർട്ട് ടൈമിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് കോയിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോയിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ടും ഈ ഒരു കോയിൻ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നമുക്ക് ഈ കോയിൻ കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാലഞ്ചിൽ പൈസ മുടക്കത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ട് വേണം ഈ ഒരു കോയിൻ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടുന്തോറും നമുക്ക് 100 കോയിൻ വെച്ച് കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം വെച്ച് നമുക്ക് 900 കോയിൻ ആക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ ഒരു എപ്പിക്കും ഷോർട്ട് ടൈമും ഈ ഒരു കോയിൻ വെച്ച് സ്പിൻ ചെയ്യുമ്പോൾ നമ്മൾ ലെക്ക് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു പാക്കിൽ നിന്ന് നല്ല എപ്പിക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചലഞ്ച് തുടങ്ങുന്ന ദിവസം നോക്കുകയാണെങ്കിൽ 29 നവംബറിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഫുട്ബോളിൽ കുറേയധികം ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഏകദേശം 3000 കോയിൻ വരെ കിട്ടുന്ന ഒരു ഇവൻറ്റും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാസ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്രീ സ്പിന്ന് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എപ്പിക്ക് പ്ലെയറിനെ നമ്മൾ ഈ ഒരു സ്ക്വാഡിൽ ആഡ് ആക്കണം. ലെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു എപ്പിക്ക് പ്ലെയറിനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു അക്കൗണ്ടിൽ നമ്മൾ സ്പിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് കളഞ്ഞിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിനും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും ക്രിയേറ്റ് ആക്കും. അങ്ങനെ ക്രിയേറ്റ് ആക്കി നമുക്കൊരു എപ്പിക്ക് കിട്ടുന്ന വരെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഏകദേശം 20 കൂടുതൽ ട്രൈ നടത്തി. അങ്ങനെ 20 ട്രൈ നടത്തിയിട്ട് എനിക്ക് 2 അക്കൗണ്ടിൽ എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. എനിക്ക് അടിച്ച എപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിൽ ഹസാർഡും അതുപോലെ തന്നെ മറ്റേ അക്കൗണ്ടിൽ സ്കോൾസുമാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ വിചാരിച്ച എപ്പിക്ക് പറയുമ്പോൾ പെലയും അതുപോലെ തന്നെ നമുക്ക് സ്ലാറ്റൻ്റെ ഒരു പാക്കും ഉണ്ടായിരുന്നു. സ്ലാറ്റിനെ കിട്ടണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് 2 കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ഈ 2 എപ്പിക്ക് മതി. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഈ 2 അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. അതെങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഫുട്ബോളിൽ 3000 കോയിൻ വരെ കിട്ടുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. ആ ഒരു ഇവൻറ്റിലായിരിക്കും നമ്മൾ ലെക്ക് പരീക്ഷിക്കാൻ പോകുന്നത്. ഈ ഒരു 2 അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലാണോ കൂടുതൽ കോയിൻ കിട്ടുന്നത് ആ ഒരു അക്കൗണ്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം. ഏതായാലും കുറച്ച് സമയം എടുക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവൻ്റെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ട്. ഹസാർഡുള്ള അക്കൗണ്ടിൽ നമ്മൾ ആ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏകദേശം 400-ലധികം കോയിൻസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ സ്കോൾസിലെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 3000 കോയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും 3000 കോയിൻസ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 200 കോയിൻസ് നമുക്ക് ആൾറെഡി ആ ഒരു അക്കൗണ്ടിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു അക്കൗണ്ടായിരിക്കും ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു 3000 കോയിൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റും. പക്ഷേ ഞാൻ എന്തായാലും പാക്ക് ഇറക്കുന്നില്ല. ഏതെങ്കിലും ഒരു നല്ല പാക്ക് വന്നിട്ട് ആ ഒരു പാക്ക് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ അത്യാവശ്യം ഫ്രീ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. അതായത് ഇവൻ്റ് വഴി കിട്ടുന്ന ബാക്കിയുള്ള ഫ്രീ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ പ്ലെയർ ഓഫ് ദി വീക്ക്, നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് അങ്ങനെയുള്ള കാർഡുകളൊക്കെ കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ 3650 കോയിൻസും ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഫ്രീ പ്ലേയേഴ്സും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ കുറച്ച് പാക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രീ സ്പിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ സ്പിൻ ചെയ്തപ്പോൾ ഈ ഒരു പ്ലെയറിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രീ സ്പിൻ ചെയ്തപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മളെ അക്കൗണ്ടിലത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു CFനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കോൾസ് ഉണ്ട്, പിന്നെ ഒരു റൈറ്റ് മിഡ് ഫോർവേഡ് ഈ ഒരു പ്ലെയറും കൂടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രീ കാർഡ്സും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മാനേജറാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബൂസ്റ്റർ മാനേജറിനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും കോയിൻ മുടക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു മാനേജറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണാൻ പറ്റും ഗട്ടൂസോൻ്റെ ഈ ഒരു
മാനേജർ കാർഡാണ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ നോക്കുകയാണെങ്കിൽ 112 ഈ ഒരു കോയിൻസ് ഉണ്ട്. അത് 160 എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എന്തായാലും അത് കളക്ട് ആക്കിയിട്ട് വരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു 160 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയർ ഓഫ് ദി വീക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ഞാൻ കറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു CF കാർഡാണ്, അത്യാവശ്യം നല്ല കാർഡാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ആ ഒരു മാനേജറിനെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ആ ഒരു മാനേജറിനെ ക്ലെയിം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാനേജറിനെ വെച്ചിട്ട് നമ്മളെ പ്ലേയേഴ്സ് എത്ര റേറ്റിംഗ് വരെ പോകുന്നു കൂടി നോക്കണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ പ്ലേയേഴ്സ് ഇത്ര റേറ്റിംഗ് വരെ പോകുന്നുണ്ട്. അതായത് CF 102 പോകുന്നുണ്ട്, സ്കോൾസ് 105 വരെ പോകുന്നുണ്ട്. ഈ റൈറ്റ് മിഡ് ഫോർവേഡിനാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലപ്പ് ചെയ്യേണ്ട സാധനമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു മാനേജർ നോക്കുകയാണെങ്കിൽ ലിങ്കപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു EXP കുറച്ചും കൂടി കളക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലെയർ എത്ര റേറ്റിംഗ് വരെ പോകുന്നു നോക്കാം. ഇപ്പോൾ എന്തായാലും 101 വരെ പോകുന്നുണ്ട്. ബൂസ്റ്റർ ഇട്ടാൽ ചിലപ്പോൾ 102 ആവുമായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു കാർഡാണെന്ന് തോന്നുന്നു നമുക്ക്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു CF കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഏകദേശം 100 റേറ്റിംഗ് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു അക്കൗണ്ടിനെ നമ്മൾ അത്യാവശ്യം പ്ലേയേഴ്സുള്ള ഒരു എപ്പിക് അക്കൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്തായാലും 3600 കോയിൻസും കൂടി ഉണ്ട്. അതെന്തായാലും നമുക്ക് സ്പിൻ ചെയ്യണം. അത്യാവശ്യം നല്ല പാക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇനിയും പ്ലേയേഴ്സ് ആഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.